ഓമശ്ശേരി പഞ്ചായത്തിലെ കണ്ണങ്കോട് മലയിൽ പുതുതായി വീണ്ടും ഒരു കരിങ്കൽ കോറിക്ക് കൂടി അനുമതി നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. നിലവിലെ ഒരു കോറി മൂലം തന്നെ ഏറെ ദുരിതമനുഭവിക്കുന്ന ഈ പ്രദേശത്തുകാർ പുതിയ കോറി കൂടി വരുന്നതിൽ ഏറെ ആശങ്കയിലാണ്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട്ട് മലയിലാണ് വീണ്ടും ഒരു കോറി കൂടി ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതോടെ മലയുടെ താഴ്ഭാഗങ്ങളിൽ താമസിക്കുന്ന വേനപ്പാറ ഒടുക്കത്തിപ്പൊയിൽ പ്രദേശത്തെ താമസക്കാർ ഏറെ ഭീതിയിലാണ്. ഈ മലയുടെ 3 സൈഡിലേക്കും വലിയ നീർച്ചാലുകൾ പോകുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് ഏകദേശം നല്ലൊരു തോട് തന്നെ ഒഴുകുകയും വെള്ള സംഭരണി കേന്ദ്രങ്ങളും ഉണ്ട്. സംഭരണ കേന്ദ്രങ്ങൾ മീൻസ് കുളങ്ങളും, ധാരാളം കുളങ്ങളും. പിന്നെ തെക്ക് ഭാഗം കുളങ്ങളുണ്ട്, പടിഞ്ഞാറ് ഭാഗം കുളമുണ്ട്, പിന്നെ കിഴക്ക് ഭാഗവും കുളമുണ്ട്. ഇത്രയും കുളങ്ങളും ജനങ്ങൾ തെങ്ങി പാർക്കുന്ന ഒരു മലയുടെ മുകളിലാണ് ഇപ്പോൾ ഒരു നിർദ്ദിഷ്ട കോറി എന്ന നിലവിലൊരു കോറി ഉള്ളതോടൊപ്പം വേറെ ഒരു നിർദ്ദിഷ്ട കോറിയും കൂടെ ഇവിടെ അക്വയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഈ മലയുടെ ചുറ്റുഭാഗത്തും 360 ഡിഗ്രിയിലും ഇതിൽ എന്തുണ്ട് വീടുകളുണ്ട്. ആ വീടുകൾക്കും ജനങ്ങൾക്കും പരിസ്ഥിതിക്കും എല്ലാം ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒരു കോറിയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. കൂടത്തായി വില്ലേജ് പരിധിയിലെ റീസർവേ 19/2 സ്ഥലത്താണ് ഖനനത്തിന് നീക്കം നടക്കുന്നത്. നിലവിൽ ഈ പ്രദേശത്ത് 10 വർഷത്തോളമായി ഒരു കരിങ്കൽ കോറി പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. നിരവധി ചെങ്കൽ കോറികളും പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഖനനം മൂലം പ്രകൃതിയിലും പ്രദേശത്തുമുണ്ടാവുന്ന ആഘാതങ്ങളൊന്നും പരിഗണിക്കാതെയുള്ള കോറികളുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും എന്നാൽ അതിനൊന്നും പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതിൻ്റെ നിലവിലുള്ള കോറി പ്രവർത്തിക്കാൻ തുടങ്ങി ആ കാലം തൊട്ട് ഞങ്ങൾ പല രീതിയിലുള്ള അജിറ്റേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പല അധികാരികൾ, ജിയോളജി, പൊല്യൂഷൻ കൺട്രോൾ, പഞ്ചായത്ത്, താലൂക്ക്, കലക്ടറേറ്റ് ഇവിടെയൊക്കെ ഞങ്ങൾ പരാതികളൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു പുതിയ കോറിയും കൂടി ഇവിടെ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ നിലനിൽപ്പൊന്നുമില്ല. അവിടെ ഞങ്ങൾ രണ്ടും കൽപ്പി ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ തീരുമാനം. പ്രകൃതി ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ പ്രളയകാലത്ത് അതീവ ലോല പ്രദേശങ്ങളിൽ ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പടവെട്ടിമല എന്നറിയപ്പെടുന്ന കണ്ണങ്കോട്ട് മലയെന്നും നാട്ടുകാർ പറയുന്നു. 2018-19 കാലഘട്ടങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ഈ മലയിൽ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. 50 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ളതും അനവധി കുടിവെള്ള സ്രോതസ്സുകളും പക്ഷിമൃഗാദികളുടെയും അപൂർവ ഇനം വൃക്ഷലതാദികളുടെയും കലവറയുമായ കണ്ണങ്കോട് മലയിൽ വീണ്ടും ഒരു പുതിയ കോറി തുടങ്ങുന്നതിനായി സ്വകാര്യ വ്യക്തി 15 ഏക്കർ ഭൂമിയാണ് സ്വന്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും നാട്ടുകാർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറി ഉണ്ടാക്കുന്ന പ്രകമ്പനത്താൽ പ്രദേശത്തെ അനവധി വീടുകൾക്ക് വിള്ളലുള്ളതായി നേരത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകെയുള്ള കുന്നിൻ്റെ മുകളിൽ 15 ഏക്കർക്കുള്ള സ്ഥലം വാങ്ങിയിരിക്കുകയാണ്. അത് അവിടുന്ന് ഖനനം ആരംഭിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള തൊട്ടടുത്തുള്ള 80ഓളം വീടുകൾ, തൊട്ട് മുമ്പുണ്ടായിരുന്ന കോറി 400 മീറ്റർ അകലെയാണ്. ഇപ്പോൾ പുതിയ കോറി വരാൻ പോകുന്നത് 110 മീറ്റർ, 100 മീറ്റർ. അത്രയും അകലെ ഒരു കോറി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടെ സ്ഫോടനം നടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുലുക്കം അല്ലെങ്കിൽ ജർക്കിങ് ഉണ്ടാകുകയാണ്. തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ വീടുകളെല്ലാം തകരുമെന്നുള്ള കാര്യത്തിലല്ല. ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള മലയിൽ ഇനിയും ഒരു പുതിയ കോറി കൂടി അനുവദിക്കുക എന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ അറിയാം, ഈ മലൻ്റെ അടിവാരത്ത് മുഴുവനും ഉറുകളാണ്. എല്ലാ സ്ഥലത്തും ഉറുവിൻ്റെ സ്രോതസ്സുകളാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താ ചെയ്യാം? അതിന് മാത്രം ഭീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 4-5 വീട്ടുകാർ ഇവിടുന്ന് മാറി താമസിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ രംഗത്തിറങ്ങി വേണ്ട രീതിയിൽ ഈ കോറിയെ നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ ഒരു വലിയ ഉരുൾപൊട്ടലോ മറ്റൊന്ന് സംഭവിച്ചിട്ട് എല്ലാവരും ദുഃഖിച്ചിട്ടോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ പുതിയ കോറിക്ക് പ്രവർത്തന അനുമതി ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ ജിയോളജി വകുപ്പിനും ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസർ എന്നിവയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം കോറി മേഖലയിൽ സന്ദർശനവും നടത്തി. CTV പ്രാദേശിക വാർത്ത, ഓമശ്ശേരി.